പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം കണ്ട് അവരിവിടെ വിളക്ക് വെക്കുകയും അതിനുശേഷം അവർ ഈ ഒരു ക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പ്രശ്നം വെച്ചപ്പോൾ അതിപുരാതനമായ ക്ഷേത്രമാണെന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടിയേറ്റ ജനതയും ഇവിടുത്തെ ആദിവാസികളും കൂടിച്ചേർന്ന് ഈ ക്ഷേത്രത്തിന് പുതിയ ക്ഷേത്രമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തത്. അതിനുശേഷം വെച്ചടി തന്നെ ഇത് സർവമത ക്ഷേത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ മതക്കാരും ഈ ക്ഷേത്രത്തിന് ഭൂമിയും സാമ്പത്തികവും കൊടുത്ത് ഈ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. ഇടക്കാലം കൊണ്ട് നമ്മുടെ കുരുമുളകൊക്കെ നിന്നുപോയതിനു ശേഷം നശിച്ചതിന് ശേഷമാണ് നമ്മുടെ പുരോഗതിയിലേക്ക് കയറി വരാൻ സാധിക്കാത്തത്. ഇന്ന് അത് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന, അതായത് നല്ല ബ്രാഹ്മണന്മാരാൽ തന്നെ പൂജിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പട്ടത്താനി ശ്രീ മഹാബലി ക്ഷേത്രം. ഇതിനോടകം തന്നെ ദേവി ക്ഷേത്രവും നമുക്ക് അടുത്ത് തൊട്ട് കീഴിൽ തന്നെ ഉണ്ട്. ഇതുപോലെയുള്ള മഹൽ ക്ഷേത്രങ്ങൾ ഈ വയനാട് ജില്ലയിൽ കാണുവാൻ കഴിയില്ല. മഹാവിഷ്ണുവിന്റെ സമീപത്ത് ദേവീക്ഷേത്രവും കൂടിയുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. അല്ലെങ്കിൽ മഹാവിഷ്ണു അല്ലായിരിക്കും ദശാവതാരങ്ങളിൽ ഒന്നായ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അവതാരത്തിന്റെ ലക്ഷണങ്ങൾ ഏതെങ്കിലും നമ്മുടെ വയനാട് ജില്ലയിലുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലെ കൊണ്ട് അത് ഈ ക്ഷേത്രത്തിനും തിരുനെല്ലി ക്ഷേത്രത്തിനും ആ ഒരു പ്രവണത ഇല്ലാത്ത ഒരവസ്ഥയാണ്. മഹാവിഷ്ണു രണ്ടുപേരും മഹാവിഷ്ണു നാരായണന്റെ പ്രതിബിംബമായിട്ടുള്ള ഒരു ശൈശവ രൂപത്തിലുള്ള വിഷ്ണു ക്ഷേത്രമാണ് നമ്മുടെ ഇന്നത്തെ വട്ടത്താനി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. എല്ലാ വർഷവും ഏതൊക്കെ ദിവസങ്ങളിലാണ്? അതായത് എല്ലാ വർഷവും കുംഭമാസത്തിലെ കുംഭമാസം 1, 2, 3 തീയതികളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അതായത് ഉച്ചാറ് ആദിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷ പരിപാടി ഉച്ചാറാണ്. ഞങ്ങൾ സാധാരണ കുറുമര് പറയും ഉച്ചാർ എന്ന് പറയും. ഉച്ചാൽ എന്നാണ് അതിന്റെ പേര്. അത് കുറുമരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചാർ എന്നായിട്ട് വരും. അത് ആ രീതിക്ക് ഇന്ന് തുടങ്ങുന്ന ഉച്ചാറ് ദിവസം തുടങ്ങുന്ന ഇത് ആദിവാസികളുടെ നൃത്തവും തുടികൊട്ടും പാട്ടും ചീനിയും ഒക്കെ കൂടി നമ്മളൊരു വെളിച്ചപ്പാടിന്റെ അകമ്പടിയോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിന്റെ എഴുന്നള്ളത്ത്. ഈ ദേവി ഒരു കുളമുണ്ട്, കുറച്ചകലെയായിട്ട് കുളം സ്ഥാപിച്ചതുകൊണ്ട് അവിടെ നിന്ന് വെളിച്ചപ്പാടിന്റെ അകമ്പടിയോടുകൂടി ഈ ക്ഷേത്രത്തിലേക്ക് ആദ്യത്തെ എഴുന്നള്ളത്ത് വന്ന് ചേർന്നതിന് ശേഷം മറ്റു താലപ്പൊലി ഘോഷയാത്രകൾ അതിന് പുറകെ വന്നു എത്തിച്ചേരും. ഈ ക്ഷേത്രത്തിന്റെ ഉത്സവ പരിപാടി 1, 2, 3 തീയതികളിലായിട്ട് നടക്കുന്നതാണ്. എല്ലാ വർഷവും അന്നദാനം എല്ലാ ദിവസവും 3 നേരം. ഉത്സവത്തിന്റെ പരിപാടിക്ക് അന്നദാനം 3 നേരവും ഏത് സമയത്ത് വന്നാലും പട്ടത്താനി വിഷ്ണു ക്ഷേത്രത്തിന്റെ അന്നദാനം വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ അന്നദാനം കൊടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും അന്നദാനം നമ്മുടെ ക്ഷേത്രത്തിലുണ്ട്. ഒരു നല്ലൊരു പ്രതിഭാസത്തിലൂടെ തന്നെ ഏറ്റവും നല്ലൊരു പൂജ എന്ന് പറയുന്ന അന്നദാനം. അതെ ഇപ്പം ഇന്നത്തെ സ്ഥിതിക്ക് എല്ലാ വ്യാഴാഴ്ചയും കൊടുക്കുന്നുണ്ട്. ഇനി വരുന്ന കാലങ്ങളിലേക്ക് എല്ലാ ദിവസവും കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിലേക്ക് കടക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം തന്നെ ഞങ്ങളുടെ കമ്മിറ്റിക്കുണ്ട്. എന്തായാലും ഈ അമ്പലത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും ലളിതമായ വാക്കുകളിൽ ഏറ്റവും മനോഹരമായി പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. അതുകൂടെ പറഞ്ഞോളൂ. കാലം ഒരു 500 വർഷത്തെ മുകളിൽ ഉള്ള ഒരു സർപ്പക്കാവ്